നമസ്കാരം. ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകവാർത്തകളുമായി ലോകം പോയ വാരത്തിലേക്ക് സ്വാഗതം. ഇറാനെതിരായ ആക്രമണങ്ങളിൽ ഇസ്രയേലിന് സഹായവുമായി അമേരിക്ക എത്തുമ്പോൾ ട്രംപിന്റെ മനസ്സിൽ എന്തായിരിക്കുമെന്ന ചോദ്യം ലോകമെമ്പാടും ഉയരുന്നുണ്ട്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഇറാൻ ആക്രമണത്തിന് പിന്നിൽ എണ്ണ വിപണിയാണെന്നത് പകൽ പോലെ വ്യക്തമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള രാജ്യമാണ് വെനസ്വേല. അവിടെ നിക്കോളാസ് മഡുറോയുടെ ഭരണം അവസാനിച്ചതും അദ്ദേഹത്തെ അമേരിക്ക തടവിലാക്കിയതും വെറുതെ ആയിരുന്നില്ല എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ആഗോള എണ്ണ വിപണിയിലേക്ക് ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ എത്താതായ ഉണ്ടാകുന്ന വിടവ് നികത്താനുള്ള യുഎസിന്റെ മുൻകരുതലായിരുന്നു ഇതെന്ന് കരുതേണ്ടി വരും. വെനസ്വേലയിലെ എണ്ണ ഉൽപാദനം പുനഃസ്ഥാപിക്കുന്നതിലൂടെ ലോക വിപണിയിൽ എണ്ണ ലഭ്യത ഉറപ്പാക്കാൻ യുഎസിന് സാധിക്കുന്നു. ഇറാനിലെ എണ്ണശേഖരം ലോകത്തെ ആകെ വ്യക്തമാക്കപ്പെട്ട എണ്ണ നിക്ഷേപത്തിന്റെ 11.82%. വെനസ്വേലയിലേത് 17.17%. രണ്ടാം സ്ഥാനത്ത് സൗദി അറേബ്യയാണ്. ഇവിടുത്തെ എണ്ണ നിക്ഷേപം 15.14%. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണശേഖരമുള്ള രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് ഇറാൻ എന്നത് ആഗോള ഊർജ്ജ രാഷ്ട്രീയത്തിൽ ആ രാജ്യത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് വ്യക്തമാക്കുന്നു. കാനഡ, ഇറാഖ്, UAE, കുവൈറ്റ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളും എണ്ണശേഖരത്തിൽ മുൻനിരയിൽ നിൽക്കുന്നുണ്ടെങ്കിലും പശ്ചിമേഷ്യൻ മേഖലയുടെ കേന്ദ്രീകൃത സ്വാധീനം ഇന്നും നിർണായകമാണ്. ലോകത്തെ എണ്ണക്കപ്പലുകളുടെ 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ കയ്യിലെ ഏറ്റവും വലിയ തുറപ്പുചീട്ടാണ്. തങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഹോർമൂസ് അടയ്ക്കുമെന്ന ഇറാൻ പലപ്പോഴും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അതുണ്ടായാൽ ആഗോള സമ്പദ് വ്യവസ്ഥ തകരും. ഈ ഭീഷണിയെ മറികടക്കാൻ യുഎസിന് ഒരു ബാക്കപ്പ് പ്ലാൻ ആവശ്യമായിരുന്നു. വെനസ്വേലയിൽ നിന്നുള്ള എണ്ണ വിതരണവും യുഎസിന്റെ സ്വന്തം ഷെൽ ഓയിൽ ഉൽപാദനവുമാണ് ഹോർമൂസ് ഭീഷണിയിൽ നിന്നുള്ള സുരക്ഷാ വലയം തീർക്കുന്നത്. ഇറാനെ നിയന്ത്രണത്തിലാക്കുകയോ അതിന്റെ എണ്ണ കയറ്റുമതിയെ പരിമിതപ്പെടുത്തുകയോ ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞാൽ വെനസ്വേല, ഇറാൻ, അമേരിക്ക എന്നീ 3 രാജ്യങ്ങളുടെ എണ്ണശേഖരങ്ങൾ ചേർന്ന ലോകത്തിലെ ഏകദേശം 34% ക്രൂഡ് ഓയിൽ നേരിട്ടോ പരോക്ഷമായോ അമേരിക്കൻ സ്വാധീനത്തിലാകുമെന്ന വിലയിരുത്തലുകൾ ഉയരുന്നു. ഇത് ആഗോള എണ്ണവില നിയന്ത്രണത്തിൽ അമേരിക്കയ്ക്ക് വലിയ നിയന്ത്രണശേഷി നൽകും. കൂടാതെ ചൈന, ഇന്ത്യ പോലെയുള്ള വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളോട് രാഷ്ട്രീയവും സാമ്പത്തികവുമായ സമ്മർദ്ദം ചെലുത്താനുള്ള തന്ത്രപരമായ ആയുധമായും ഇത് മാറാം. ഇറാനു പിന്നാലെ ലെബനനിൽ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ തകർത്ത ഇസ്രയേലിന്റെ ബോംബാക്രമണം. ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്ററുകളിലും ആയുധപ്പുരകളിലുമാണ് ഇസ്രയേൽ കനത്ത ബോംബാക്രമണം നടത്തിയത്. ഹിസ്ബുള്ളയുടെ നേതൃനിരയിലെ ഉന്നതർ അടക്കം 31 പേർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രയേൽ. ആയിരക്കണക്കിന് ആളുകൾ ആക്രമണം ഭയന്ന് പലായനം ചെയ്യുകയാണെന്നും ഇസ്രയേൽ അവകാശപ്പെട്ടു. ഇസ്രയേൽ നടത്തിയ റോക്കറ്റ്, ഡ്രോൺ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 31 പേർ കൊല്ലപ്പെടുകയും 149 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ബെയ്റൂട്ടിന്റെ തെക്കുള്ള ഹാരത്ത് ഹരൈക്കിലെ താമസക്കാരോട് ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടു. കൂടുതൽ സേനയെ ഇസ്രയേൽ അതിർത്തിയിൽ വിന്യസിച്ചു. തെക്കൻ ലെബനനിലെ 50ഓളം ഗ്രാമങ്ങൾ ഒഴിപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ നീക്കം മേഖല പിടിച്ചെടുക്കാനുള്ള ശ്രമമായാണ് വിലയിരുത്തുന്നത്. ഇസ്രയേലിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് 10ഓളം റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയതായി ഹിസ്ബുള്ള അറിയിച്ചു. ലോകം പോയ വാരത്തിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.